കാതോലിക്ക ബാബ തിരുമനസ്സേ, അഭിമന്യ തിരുമേനിമാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, സഹോദരീ സഹോദരന്മാരെ, വർഷങ്ങളായി എനിക്ക് പരിചയമുള്ള, സൗഹൃദമുള്ള അഭിമന്യ പക്കോമിയസ് തിരുമേനി നമ്മെ വിട്ടുപോയതിൽ അതീവ ദുഃഖമാണ് എനിക്കുള്ളത്. ഇടുക്കിയിൽ തിരുമേനിയായി വന്ന് 10 വർഷക്കാലം അവിടെ ജനങ്ങളെ സേവിച്ചു. എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു. പിന്നീട് മാവേലിക്കര ഭദ്രാസനത്തിലേക്ക് വന്നു. 96 2001 ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ചുമതല പക്കോമിയസ് തിരുമേനിക്കായിരുന്നു. വളരെയേറെ കാര്യങ്ങളിൽ ഇടപെടാൻ അന്ന് അവസരമുണ്ടായി. +2 സ്കൂൾ അനുവദിക്കുന്ന കാര്യത്തിലും അതുപോലുള്ള വിദ്യാഭ്യാസപരമായ കാര്യത്തിലും ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടി എപ്പോഴും ബന്ധപ്പെടുന്നത് അഭിമന്യ തിരുമേനിയായിരുന്നു. ആ സൗഹൃദം പിന്നെയും തുടർന്നു. എനിക്ക് ഒരാത്മബന്ധമുള്ള തിരുമേനിയായിരുന്നു. അതുകൊണ്ട് എങ്ങനെയും ഇവിടെ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ആദരാജ്ഞകൾ അർപ്പിക്കുവാൻ ഈ ആശ്രമത്തിൽ നിന്നും ആരംഭിച്ചു. ആധ്യാത്മിക ജീവിതം വലിയ അംഗീകാരമാണ് സഭ നൽകിയത്. ചെറുപ്പത്തിൽ തന്നെ ബിഷപ്പാകുന്നു. അതിനുശേഷം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ചു. സഭയുടെ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അദ്ദേഹത്തിന് വലിയ അംഗീകാരമാണ് മാവേലിക്കരയിലേക്ക് അധികാരം നൽകിക്കൊണ്ട് സഭ തീരുമാനിച്ചത്. നമുക്കറിയാം, മനുഷ്യജീവിതം വളരെ ഹ്രസ്വമാണ്. കൂടിയാൽ 1 നൂറ്റാണ്ട് അതിനോട് ജീവിച്ച് ദൈവത്തിനും മനുഷ്യർക്കും പ്രീതികരമായി ജീവിച്ച് കടന്നു പോവുക എന്നുള്ളത് വലിയ ഒരു അനുഗ്രഹമാണ്. ആ നിലയിൽ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ജനങ്ങളിൽ എത്തിക്കുവാൻ യത്നിച്ച, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് പറയുവാൻ കഴിയുന്ന തിരുമേനിയുടെ ജീവിതം ഏവർക്കും മാതൃകയാണ്. ഈ ആശ്രമത്തിൽ തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്നു. 2 ദിവസമായി അദ്ദേഹത്തെ എനിക്ക് ആശുപത്രിയിൽ പോയി കാണാൻ കഴിഞ്ഞില്ല. എങ്കിലും പ്രൊഫസർ DK ജോൺ അവിടെ ചെന്നപ്പോൾ എഴുതി ചോദിച്ചു ഞാൻ എവിടെയാണ്. എനിക്ക് എത്തിച്ചേരാൻ കഴിയുന്നതിന് മുമ്പ് നമ്മെ അദ്ദേഹം വിട്ടുപോയി. തീർച്ചയായിട്ടും ഒരു അധ്യാപകൻ്റെ മകനായി ജനിച്ച് വിദ്യാഭ്യാസ മേഖലയോട് ആഭിമുഖ്യം പുലർത്തി ഒട്ടേറെ സേവനം സഭയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞ തിരുമേനിയുടെ വിയോഗം ഈ സഭയ്ക്ക് വലിയ നഷ്ടമാണ്. ഈ രാഷ്ട്രത്തിന് നഷ്ടമാണ്. അതുപോലെ നമുക്ക് ആധ്യാത്മിക ഗുരുക്കളെ ഏറ്റവും ആവശ്യമുള്ളൊരു കാലഘട്ടമാണിത്. നല്ല ജീവിതം നയിക്കുന്നവർ, മാതൃകാപരമായി ജീവിക്കുന്നവർ, സേവനം ചെയ്യുന്നവർ, മാനവ സേവനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച അഭിമന്യ പിതാവ്
നമ്മെ വിട്ടുപോയതിലുള്ള ദുഃഖം കേരള ഗവൺമെൻറ്റിന് വേണ്ടി ഞാൻ അറിയിക്കുകയാണ്. കുടുംബാംഗങ്ങളോടും ബന്ധുമിത്രാദികളോടും സഭയോടുമുള്ള അനുശോചനം അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സർവശക്തനായ ദൈവം നിത്യശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചുരുക്കും.